ചാട്ടമാണ് മെയിൻ. ചാട്ടം പഠിച്ചിട്ടേ മറ്റെന്തും ഉള്ളൂ. ഹരിയാനയിൽ നിന്നെത്തിയ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നു. 2 ആണും 2 പെണ്ണും. ഇതിൽ ഒരാൾ അതിജീവിച്ചില്ല. ഇപ്പോൾ ഒരാണും 2 പെണ്ണുമുണ്ട്. ഇവരാണ് അന്ന് കൂടി ചാടിയത്. ഇതിൽ ഒരാളാണ് പെൺകുരങ്ങിന് ജന്മം നൽകിയത്. ഹനുമാൻ കുരങ്ങൾ പൊതുവെ പോളിഗാമസ് ട്രൂപ്പുകളാണ്. അതായത് ഒരു മെയിൽ കുരങ്ങും കുറേ പെൺകുരങ്ങളും ചേർന്ന് ഫാമിലികളായിട്ട് അവർ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 3 ഫീമെയിൽസ് ഉണ്ട്, ഒരു മെയിലുണ്ട്. അപ്പോൾ അതിൽ ഒരു പുതിയ കുട്ടി ജനിക്കുമ്പോഴും അവരുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ട്. അവർ അലോ മെത്തറിംഗ് എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ്. അതായത് സ്വന്തം അമ്മ കുഞ്ഞിനെ നോക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഫീമെയിൽസും അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ കുട്ടിയെ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അത് നന്നായി കാണുന്നുണ്ട്. 2 ഫീമെയിൽസ് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ വീനിങ് ടൈം എന്ന് പറയുന്നത് പൊതുവേ 1 മാസം സമയമാണ്. അത്രയും സമയം ഇത് അമ്മ കുഞ്ഞിനെ അതിൻ്റെ ദേഹത്തോട് ചേർത്ത് തന്നെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുക. അത് ശരിക്കും പ്രിഡേറ്റേഴ്സ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതിന് ആ കുഞ്ഞിൻ്റെ ഹെൽത്ത് കണ്ടീഷന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. പൊതുവേ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ അങ്ങനെ ഗ്രാബ് ചെയ്ത് കിടക്കുകയുള്ളൂ. അപ്പോൾ അത് ഹെൽത്ത് മോശമാണെന്നുണ്ടെങ്കിൽ പൊതുവേ കുട്ടിയെ അബാൻഡൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കുരങ്ങുകളിൽ കാണാം. ഇപ്പോൾ ഇതെന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഒക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സും പയർ, ചീര അങ്ങനെയായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ കപ്പലണ്ടിയുടെയും നിലക്കടലയുടെയും പിന്നെ മുട്ടയുടെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. പയറിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. കൂടുതൽ സാധാരണയുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ്. പഴം, മുന്തിരിങ്ങ, ചെറുപഴം, റോബസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ്. പിന്നെ കുട്ടി ചെറുതായിട്ട് ആഹാരം കഴിച്ചു തുടങ്ങി. മുന്തിരിങ്ങ, കപ്പലണ്ടി അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ട്. ഫാമിലിയാണ്. നമ്മുടെ എലിഫൻസിൻ്റെ പോലെ, ആനകളിൽ കാണുന്ന പോലെയുള്ള ഒരു ഫാമിലി സിസ്റ്റമാണ് ഇവരുടേത്. അപ്പോൾ ഇവർക്കൊരു ഗ്രൂപ്പ് ഹയറാർക്കിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പുതിയ കുട്ടി ജനിക്കുമ്പോൾ അതിന് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ അമ്മയുടെ പൊസിഷൻ എന്താണോ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഈ കുട്ടിക്കും കിട്ടുക. ഇനി അത് മെയിൽ കുട്ടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പേടി അതിനകത്ത് വേണം. കാരണം മെയിൽ കുട്ടികൾ ഫൈറ്റിന് വരും. ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിലുമായിട്ട്, അതായത് ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന കാരണവരുമായിട്ട് അടിയുണ്ടാക്കാൻ വരും. അത് കഴിഞ്ഞ് അതിൻ്റെ ഹയറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ് അതിനവിടെ നിലനിൽപ്പുണ്ടാവുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈറ്റ് ഇഞ്ചുറീസിന് സാധ്യതയുണ്ട് ക്യാപ്റ്റിവിറ്റിയിൽ. ഇതെന്തായാലും ഫീമെയിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. അനൂപിനൊപ്പം TS ഹരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആ കാഴ്ചയ്ക്കൊപ്പം ഈ ഹനുമാൻ കുരങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൂടിയില്ലേ, രസമുള്ള കാര്യമാണ്. ഇപ്പോൾ ഹരി നമുക്കുണ്ട് ഒപ്പം. ഹരി, എൻ്റെ പൊന്നെ, ഇനി ചാടാൻ പോകല്ലേ എന്ന് ഈ കുരങ്ങിനോട് പറയേണ്ട അവസ്ഥയാണ്. അന്നത്തെ ആ ദൃശ്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. പഴയതൊന്നും മറന്നിട്ടില്ല. ഞാൻ ആ ഹനുമാൻ കുരങ്ങിൻ്റെ കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള ആ ഷൂട്ട്, ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം, 1 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ എന്തുമാത്രം ഓട്ടിച്ച ഹനുമാൻ കുരങ്ങുകളാണെന്നറിയോ. ഓരോരോ മരത്തിൻ്റെയൊക്കെ മുകളിൽ താഴെ പോയിന്ന് അനിമൽ കീപ്പർമാർക്കൊപ്പം തന്നെ മുകളിലോട്ട് നോക്കി എത്ര ദിവസം അങ്ങനെ നിന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ അവിടെ അതിൻ്റെ മുകളിൽ നോക്കി എത്ര ദിവസം നിന്നു. മാസ്കറ്റ് ഹോട്ടലിൻ്റെ ആ പരിസരത്ത് അതിൻ്റെ മുകളിൽ, അതുപോലെ കെട്ടിടങ്ങളുടെ മുകളിൽ പോയി ഇതിനെ നോക്കി, ഇത് എവിടെയുണ്ട്, ഇതിനെ നിരീക്ഷിച്ച് കണ്ടതിന് ശേഷം പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ എന്നറിയാൻ ഓരോ മരത്തിൻ്റെയും പരിസരത്ത് മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം അതൊന്നും മറക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് വലച്ചത് തിരുപ്പതിയിൽ നിന്ന് വന്ന ടീമാണ്. തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയപ്പോൾ നമ്മൾ ഒരുപാട് ഒപ്പിച്ച് 24 ദിവസം പുറത്ത് തന്നെയായിരുന്നു അത്. അതിനുശേഷമാണ് അതിനെ പിടികൂടി തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഹരിയാനയിൽ നിന്ന് വന്ന സംഘത്തിലാണ്. അവർ 4 പേരുണ്ടായിരുന്നു. അതിലിപ്പോൾ 3 പേരേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടിയും. അപ്പോൾ അങ്ങനെയാണ്. അവരും കൂട്ടിൽ നിന്ന് ചാടിയായിരുന്നു. പക്ഷേ ഇവർ കൂട്ടിൽ നിന്ന് ചാടിയപ്പോൾ തൊട്ടടുത്തുള്ള ആ മരങ്ങളുണ്ടല്ലോ, വലിയ മരങ്ങൾ, ആ സൂവിനകത്തുള്ള മരങ്ങളിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒരു 3-4 ദിവസം ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ തിരിച്ച് കൂട്ടിലേക്ക് അവരെ പിടിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു. അപ്പോൾ അതൊക്കെയാണ് അവിടെ നിന്നപ്പോൾ ഓർമ്മ വന്നത്. പിന്നെ ഇതൊരു നല്ല വിശേഷമാണ്. പിന്നെ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അമ്മയും കുഞ്ഞും അല്ല, അമ്മമാരും കുഞ്ഞും എന്ന് വേണം പറയാൻ, ഡോക്ടർ പറയണ വെച്ചാണ്. കാരണം ആ കുഞ്ഞിന് 2 അമ്മമാരും കെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്, നികേഷ് പറയുന്നത്. രീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ കൗതുകരമായ കാര്യമാണ്. ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അല്ലേ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഒന്നുകൂടി നോക്കാവുന്നതാണ്. ശരി ഹരി.